ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 133 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അതെ, നമ്മുടെ വലിയവനായ ദൈവത്തിന്റെ മനോഹരമായ തൃപ്പാദത്തിൽ ഇവിടെയുള്ള വിവിധ സഭകളിൽ നിന്നും ദൈവമക്കൾക്ക് കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വലിയവനായ ദൈവം നൽകിയ ഈ ധന്യമായ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേക സഭകളിൽ നിന്നും സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ സ്പെഷ്യൽ മീറ്റിംഗിലേക്ക്, ഈ സംഗീത സായനത്തിലേക്ക് ദൈവനാമത്തിലും ബ്രദർ അസംബ്ലി കുവൈറ്റിന്റെ നാമത്തിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ഇന്ന് നമ്മുടെ മധ്യേ അതിഥിയായിട്ട് കർത്താവിന്റെ വിലയേറിയ ദാസനും ഗായകനുമായ ബ്രദർ ഉണ്ണി തോബിയാസ് നമ്മളോടൊപ്പം ആയിരിക്കുന്നുവല്ലോ. ഈ നാളുകളിൽ സംഗീതം മുഖേന വലിയ തോതിൽ ദൈവജന മധ്യേ ദൈവം പ്രിയ ദാസനെ ഉപയോഗിക്കുന്നു. തനിക്ക് ദൈവം നൽകിയ താലന്തിലൂടെ, സംഗീതത്തിലൂടെ അനേകരെ ദൈവത്തിനു വേണ്ടി നേടുവാൻ പ്രിയ സഹോദരനെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരൻ ബ്രദർ ഉണ്ണി തോബിയാസിനെയും കർത്തനാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ തുടർന്നുള്ള സമയം മഹത്വപ്പെടുത്താം. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗ് പ്രാരംഭമായിട്ട് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സഹോദരൻ റോണിയെ പ്രാർത്ഥനയ്ക്കായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Shall we all stand in God's presence as we begin our meeting this evening? Let's look to the Lord for blessings upon this gathering. Heavenly Father, we thank you and we praise you, Lord, for this evening. You have allowed us to gather together in thy name, Lord. We, as thy children together, we want to glorify your name in thy presence, O Father. Thank you, Lord, for dear brother who is in our midst, Lord. Thank you for bringing him to Kuwait, for the gifts that you have blessed him with. I want to pray that this evening, as he is going to use those gifts for the glory of God, help each one of us to be encouraged this evening, O Father, by listening to the songs and by praising your name together. We thank you, O Lord, for all our dear ones who are here this evening. Even our children are in our midst, O Lord, this evening. We want to pray, Lord, that with joy we would sit and listen and hear your word as well. Even the testimony that is going to be shared by dear brother would be an encouragement for each one of us. Thank you, O Lord, that you have kept us in this place. And Lord, through each of our lives, that we would become more and more like you. And Lord, that we would be able to honor you and we would be able to glorify you. Once again, we commit this entire meeting in the hands of the Lord. Take all glory and honor, we pray. We offer this prayer and through the precious name of our Lord and Savior, Jesus Christ, we pray. Amen. Please be seated. ഫ്രണ്ടില് സഹോദരിമാർക്ക് സീറ്റുണ്ട്. മുന്നോട്ട് കടന്നു വരികയാണെങ്കിൽ എല്ലാവർക്കും അക്കോമഡേറ്റ് ചെയ്യാം. സങ്കീർത്തനങ്ങൾ 95 1 2 ഇങ്ങനെ വായിക്കുന്നു: വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോട് അവന് ഘോഷിക്കാം. അതെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് സങ്കീർത്തനങ്ങളോട്, പാട്ടുകളോടുകൂടി നമ്മുടെ വലിയവനായ ദൈവത്തെ സ്തുതിക്കാം. BAK കൊയർ പാട്ടുകൾ പാടുവാൻ നമ്മളെ ലീഡ് ചെയ്യുമ്പോൾ അവരോട് ചേർന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. ആത്മീയ ഗീതങ്ങളിലെ 574 പാട്ട് എല്ലാവരും ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
Yeshua.
പ്രാർത്ഥിക്കുന്നു. താങ്ക് യു DAK കോയർ. സങ്കീർത്തനങ്ങൾ 100:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേൻ, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേൻ. തുടർന്ന് പ്രിയ സഹോദരൻ സാക്ഷ്യത്തിനായിട്ടും അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ടും സമയമെടുക്കുന്നതായിരിക്കും. അതിൻ്റെ മുമ്പായിട്ട് തുടർന്നുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് ബിലീവേഴ്സ് ബ്രദർ അസംബ്ലി കുവൈറ്റിന്റെ എൽഡറായിരിക്കുന്ന സഹോദരൻ ഷാജി ജോൺ ചെറിയാൻ മുന്നോട്ട് കടന്നു വന്ന് മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തുടങ്ങുക. പരിശുദ്ധനും മഹോന്നതനും ആരാധനുമായ വലിയവനായ സ്വർഗീയ നല്ല പിതാവേ, അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹീത സന്ധ്യയ്ക്കായിട്ട് കർത്താവേ, ഞങ്ങൾ വീണ്ടും അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പകലിന്റെ മണിക്കൂറിൽ കർത്താവേ, ഞങ്ങളെ അതാത് ഇടങ്ങളിൽ കർത്താവ് ഭദ്രമായിട്ട് ക്ഷേമമായിട്ട് അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. അവിടുത്തെ ചിറകിൻ മറവിൽ ഞങ്ങൾക്ക് കർത്താവെ ശരണം പ്രാപിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കി. അതിനുശേഷം കർത്താവെ, ഈ നിലയിൽ കർത്താവെ ബ്രദർ അസംബ്ലി കുവൈറ്റ് ക്രമീകരിച്ചിരിക്കുന്ന ഈ സ്പെഷ്യൽ മീറ്റിംഗിലേക്ക് കർത്താവെ അടിയങ്ങളെ സഭകളായിട്ട് ഒന്നിച്ച് കൂട്ടിവരുത്തിയ അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീത ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു എന്ന് ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ വായിച്ചല്ലോ. ഇന്ന് സഹോദരന്മാരായ ഞങ്ങൾക്ക് സഭകളായിട്ട് ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാനായിട്ട് പ്രത്യേകം അവിടുത്തെ ദാസനിൽ കൂടെ ഗാന ശുശ്രൂഷയിൽ കൂടി കർത്താവെ തന്റെ ആ ശ്രുതി മധുരമായ ആ ഇമ്പ സ്വരങ്ങളിൽ കൂടി കർത്താവിന്റെ സ്നേഹത്തെ കൂടെ താൻ ഗാനങ്ങളിലൂടെ ആലപിക്കുന്നത് ഞങ്ങൾക്ക് കേട്ട് കർത്താവെ സന്തോഷിപ്പാനും അതോടൊപ്പം കർത്താവെ ഞങ്ങൾക്ക് ആനന്ദിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നൽകിയിരിക്കുന്ന ഈ സാവകാശത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതുന്ന വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ബലവും ആണ് എന്ന് ഞങ്ങൾ ഓർക്കുകയായിരുന്നല്ലോ. അവിടുന്ന് ഞങ്ങളുടെ തുണയായിരിക്കാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തുണ എനിക്ക് യേശുവേ എന്ന് പാടുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ആപത്ത് നാളുകളില് ആകുല വേളകളില് കർത്താവെ അവിടുന്ന് ആശ്വാസദായകനായിട്ട് ഞങ്ങളുടെ അടിയിലേക്ക് വളർന്നു വന്ന് ഞങ്ങളെ ദൈവോത്സവമായിട്ട് ഓരോ ദിവസവും അൻപോടെ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ അന്യദേശത്ത് സഭകളായിട്ട് സാക്ഷ്യമുള്ളവരായിട്ട് ദൈവജനമായിട്ട് കർത്താവെ വേർപെട്ട ദൈവജനമായിട്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ അന്യദേശത്ത് ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനായിട്ടും പദവികൾക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകാൽ ഈ രാത്രിയിൽ അവിടുത്തെ ഭൃത്യനെ അവിടുത്തെ കരങ്ങളിൽ കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. തുടർന്നുള്ള സമയം തന്റെ ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുവാനായിട്ട് ഞങ്ങൾ കർത്താവെ വാഞ്ചയോടുകൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾ ഓർക്കുമ്പോൾ കർത്താവെ തന്നെ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മകനാക്കി തീർത്ത് കർത്താവെ അവിടുത്തെ നാമ മഹത്വത്തിനായിട്ട് തന്നൊക്കെ ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ കൃപാവരങ്ങളൊക്കെയും വിനിയോഗിപ്പാൻ വിവിധ നിലകളിലെ കർത്താവെ ഗാനങ്ങളിലൂടെ വിവിധ സ്ഥലങ്ങളിലെ കർത്താവിന്റെ നാമ മഹത്വത്തിനായിട്ട് തന്നെ അവിടുന്ന് ഉപയോഗിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ബലഹീനതകൾ ഉണ്ടെങ്കിലും കർത്താവെ ശക്തനായ ദൈവം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുവാൻ വലിയവനായ ദൈവം തന്നെ ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തുടർന്ന് കർത്താവെ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് കർത്താവെ ഈ സ്ഥലത്തു നിന്നും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് ഒന്നിച്ചു കൂടി വന്നത്
കർത്താവെ എല്ലാറ്റിലും ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കടന്നു പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ലീഡറിയെയും അവിടുത്തെ ദാസനെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ പ്രവേശിപ്പിക്കുന്നു. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ കർത്താവ് കൃപ ചെയ്താട്ടെ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ തുടരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വമെല്ലാം ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. വേഗം വരുന്ന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. തുടർന്നുള്ള സമയം ഏകദേശം നമ്മൾക്ക് സഹോദരനിൽ നിന്നും സാക്ഷ്യങ്ങളും ഗാനങ്ങളും ശ്രമിക്കാവുന്നതാണ്. അതിന് മുൻപായിട്ട് പ്രിയ സഹോദരനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. കഴിഞ്ഞ 2-3 മീറ്റിങ്ങുകൾ നമ്മുടെ സഹോദരനിൽ നിന്നും ചെറിയ തോതിൽ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ പുതിയതായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് സഹോദരനെ പരിചയമില്ലല്ലോ. ആ രീതിയിൽ സഹോദരനെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. പ്രിയ സഹോദരൻ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് വളരെ പ്രശസ്തനായ സഹോദരൻ കോട്ടയം ചങ്ങനാശ്ശേരിയിലുള്ള ബ്രദറൻ സഭയിലെ വിശ്വാസികളോടൊപ്പമാണ് ആരാധനയിൽ സംബന്ധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമർപ്പണ ജീവിതം ക്രിസ്തുവിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് കാണിച്ചു തരുന്നു. ചെറുപ്പത്തിൽ റോമൻ കത്തോലിക്ക പശ്ചാത്തലത്തിൽ വളരെ സജീവമായിരുന്നുവെങ്കിലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യേശുവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ മകനായി ജീവിക്കുവാനായിട്ട് പ്രിയ മകൻ കർത്താവിൽ ആശ്രയിച്ചു. പ്രിയ സഹോദരൻ സൂര്യ ടിവിയിലെ സംഗീത റിയാലിറ്റി ഷോയിൽ അദ്ദേഹം തന്റെ വലിയ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. 2000 സൂര്യ ടിവിയിലെ സംഗീത റിയാലിറ്റി ഷോ ആയ രാഗതരംഗത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയും മാത്രമല്ല ആ മത്സരത്തിൽ വിജയിയാവുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ വലിയ കഴിവ് തന്നെയാണ്. ലോകത്ത് വലിയ അവസരങ്ങൾ കിട്ടിയിട്ടും അദ്ദേഹം തിരഞ്ഞെടുത്തത് രക്ഷകനായ യേശുവിന് വേണ്ടി പാടുവാനായിട്ടാണ്. അന്നു മുതൽ ഇന്നുവരെയും അദ്ദേഹം രക്ഷിതാവിന് വേണ്ടി ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു. തന്റെ എളിയ ജീവിതം കൊണ്ടും പാട്ടുകൾ കൊണ്ടും അദ്ദേഹം ബ്രദറൻ സഭയിലും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിലും വലിയ സ്വാധീനം ചെലുത്തുകയും പലരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ എളിമയും സമർപ്പണവും നമുക്ക് വലിയ മാതൃകയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ദൈവത്തെ സ്തുതിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം മാറിപ്പോയിട്ടേയില്ല. ഈ പ്രതിസന്ധികളിലും പാടാൻ അദ്ദേഹം കാണിക്കുന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ ശക്തമായ വിശ്വാസത്തെയാണ് നമ്മൾ മുന്നിൽ കാണിക്കുന്നത്. ബ്രദർ ഉണ്ണി തോബിയാസ് ക്രിസ്ത്യാനികൾക്കിടയിൽ വളരെ ഊർജ്ജസ്വലനും സ്വാധീനവുമുള്ളവനായ ഒരു ഗായകനാണ്. പ്രിയ സഹോദരന്റെ ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും ഉൾപ്പെടുന്ന അനുഗ്രഹീത കുടുംബമാണ് സഹോദരനുള്ളത്. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ഹൃദയം തുറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാം. മാത്രമല്ല പാട്ടുകളിലെ സന്ദേശം നമ്മൾ മനസ്സിലാക്കി അത് ശ്രദ്ധിക്കാം. ദൈവത്തെ ആ രീതിയിൽ മഹത്വപ്പെടുത്താം. ആ രീതിയിൽ ഈ സമയം നമുക്ക് അനുഗ്രഹപൂർവ്വമായി തീരട്ടെ. അതിനായിട്ട് വലിയവനായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം പ്രിയ സഹോദരൻ എടുക്കുന്നതായിരിക്കും. സാക്ഷ്യങ്ങളിൽ കൂടിയും ഗാനങ്ങളിൽ കൂടിയും ദൈവത്തെ മഹത്വപ്പെടുത്തും. സഹോദരൻ ആദ്യമായിട്ട് പാടുവാനായിട്ട് പോകുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആരാധന ഗീതമാണ്. എല്ലാവർക്കും അറിയാവുന്ന പരിശുദ്ധൻ മഹോന്നത ദേവൻ എന്നുള്ള പാട്ടാണ് സഹോദരൻ ആദ്യമായിട്ട് പാടുന്നത്. സാക്ഷ്യങ്ങൾ പാട്ടുകൾക്കിടയിൽ സഹോദരൻ പറയുന്നതായിരിക്കും. പ്രശസ്ത സുവിശേഷനും സംഗീതജ്ഞനുമായ ഇവാഞ്ചലിസ്റ്റ് ഭക്തവത്സരൻ രചിച്ച ഈ ഗാനം ദൈവത്തിന്റെ പരമമായ വിശുദ്ധിയെയും രാജകീയ തേജസ്സിനെയും വാഴ്ത്തുന്ന ഒരു ആരാധനാ ഗീതമാണ്. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ എന്ന വരികളിലൂടെ സൃഷ്ടികർത്താവിന്റെ സമാനതകളില്ലാത്ത മഹത്വവും അവിടുത്തെ സ്വർഗീയ സിംഹാസനത്തിന്റെ പ്രൗഢിയും
ആഴത്തിൽ ധ്യാനിക്കാൻ ഈ ഗാനം നമ്മളെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ നിത്യമായ ഭരണത്തെയും വിശുദ്ധിയെയും ഓർത്ത് സ്തുതിക്കാൻ ഈ ഗാനം വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു. ഭക്തിയോടെ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ഗാനം നമ്മളെ ഉത്ബോധനം ചെയ്യുന്നു. നമ്മൾക്ക് ഈ ഗാനം ശ്രവിക്കാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനമശിഹ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനമശിഹ ഹല്ലേലൂയ 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 അവനത്ഭുതമന്ത്രിയാം ദൈവം നിത്യതാതനും വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയും സൂര്യൻ രാജാതിരാജനാം മശിഹ അവനത്ഭുതമന്ത്രിയാം ദൈവം നിത്യതാതനും വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയും സൂര്യൻ രാജാതിരാജനാം മശിഹ ഹല്ലേലൂയ 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 മേഘാരൂഢനായി വരും നിതാവിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗ
വേഗം വരുന്നേ ശുഭശിഹ സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവി തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേ ശുഭശിഹ ഹല്ലേലൂയ 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 നമ്മൾ ബ്രദറുകാര് നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. എല്ലാവരും ശക്തമായിട്ട് കരങ്ങളെ തട്ടി പ്രേക്ഷകരെ തുടർന്ന് മഹാകവി KV സൈമൺ സാർ എഴുതിയ പഴയ ഒരു സംഗീത ഗാനമാണ് പ്രിയ സഹോദരൻ പാടുവാനായിട്ട് പോകുന്നത്. ശ്രീനരപതിയെ സിയോൻ മണവാളനെ എന്നുള്ള ഗാനം പ്രിയ സഹോദരൻ തുടർന്ന് ആലപിക്കുന്നതായിരിക്കും. മലയാള ക്രൈസ്തവ സാഹിത്യത്തിലെ അതിഗായനായ മഹാകവി KV സൈമൺ രചിച്ച ഈ ഗാനം കവിതയുടെ സൗന്ദര്യവും ദൈവശാസ്ത്രത്തിന്റെ ആഴവും ഒത്തുചേരുന്ന ഒരു ക്ലാസിക് സൃഷ്ടിയാണ്. യേശുക്രിസ്തുവിനെ ശ്രീനരപതി, മനുഷ്യവർഗത്തിന്റെ രാജാവെന്നും അവിടുത്തെ സഭയെ സിയോൻ മണവാളൻ എന്നും വിശേഷിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ മഹത്വവും അവിടുത്തെ സ്നേഹബന്ധത്തിന്റെ ആഴവും ഈ ഗാനം നമ്മളെ വരച്ചു കാട്ടുന്നു. ഈ ക്ലാസിക് സംഗീതത്തിന്റെ സാഹിത്യ സൗന്ദര്യവും ദൈവശാസ്ത്ര ആഴവും അനുഭവിച്ചറിയുവാനായിട്ട് തുടർന്ന് നമുക്ക് ഈ പാട്ട് കാതോർക്കാം. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ ശ്രീനരപതിയെ സിയോൻ മണവാളനെ നാശമാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതിൽ കന്യകയിൽ ജാതനായി വന്ന നാശമാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതിൽ കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ ശ്രീനരപതിയെ സിയോൻ മണവാളനെ പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ
ഇഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഇഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ. നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ഇക്കടിന ഭാവിയുടെ അക്രമത്തിലുള്ള ശിക്ഷ നിഷ്കളങ്കം നീ വഹിച്ചതാ. നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ. സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ. തുടർന്ന് നമ്മൾ സഹോദരൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് രചിച്ച ഒരു മനോഹരമായ ഒരു സംഗീതം ഗാനം നമ്മൾ ശ്രവിക്കുവാൻ പോവുകയാണ്. പ്രതിസന്ധികളുടെയും നിരാശയുടെയും നടുവിൽ വിശ്വാസികൾക്ക് വലിയ ആശ്വാസം പകരുന്ന പ്രത്യാശയുടെ ഒരു ഗാനമാണ് ഈ ഗാനം. ലോക വഴികളിലെല്ലാം അടയുമ്പോൾ മനുഷ്യ പ്രയത്നം അസാധ്യമാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ദൈവം ഇടപെട്ട് പുതിയ പാതകൾ തുറക്കുമെന്നും വഴി നടത്തുമെന്നുമുള്ള ഉറച്ച വിശ്വാസം ഈ ഗാനത്തിന്റെ കേന്ദ്ര ആശയമാണ്. ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനയിലുള്ള പൂർണ്ണമായ ആശ്രയം ഈ ഗാനം പ്രഘോഷിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെടുന്നവർക്കായി ദൈവത്തിന്റെ വഴി തുറക്കുന്ന ശക്തിയിൽ വിശ്വസിച്ച് നമുക്ക് തുടർന്ന് ഈ ഗാനം ശ്രവിക്കാം. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും.
ദൈവം വഴി തുറക്കും, മുന്നിൽ പാറയിടിക്കും, ലോകവഴിയെല്ലാം അടഞ്ഞിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ. ദൈവം വഴി തുറക്കും, മുന്നിൽ പാറയിടിക്കും, ലോകവഴിയെല്ലാം അടഞ്ഞിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ. അവൻ തുറന്നാലാർക്കും അടയ്ക്കാനുമാവില്ല, അവൻ അടച്ചാലാർക്കും തുറക്കാനുമാവില്ല. അവൻ തുറന്നാലാർക്കും അടയ്ക്കാനുമാവില്ല, അവൻ അടച്ചാലാർക്കും തുറക്കാനുമാവില്ല. സർവശക്തനാണവൻ, സർവജ്ഞാനിയാണവൻ, തന്റെ കരങ്ങളിൽ സുരക്ഷിതം ഞാൻ. സർവശക്തനാണവൻ, സർവജ്ഞാനിയാണവൻ, തന്റെ കരങ്ങളിൽ സുരക്ഷിതം ഞാൻ. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോകവഴിയെല്ലാം അടഞ്ഞിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോകവഴിയെല്ലാം അടഞ്ഞിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ.
മനസ്സലി ഉള്ളതാകണം എന്നാലേന ചൊല്ലിടും കുഞ്ഞു സങ്കടങ്ങളും എന്റെ മനസ്സലി ഉള്ളതാകണം ദൈവം വഴി തുറക്കും മുന്നിൽ പാത തെളിക്കും ലോക വഴിയെല്ലാം അടഞ്ഞിടുമ്പോ തന്റെ കരതലത്തിൽ നല്ല കരുത്തിനാലെ എന്നെ വീടും തോടും നടത്തിടുമേ ദൈവം വഴി തുറക്കും മുന്നിൽ പാത തെളിക്കും ലോക വഴിയെല്ലാം അടഞ്ഞിടുമ്പോ തന്റെ കരതലത്തിൽ നല്ല കരുത്തിനാലെ എന്നെ വീണ്ടും തോറും നടത്തിടുമേ. തുടർന്ന് ദൈവത്തിൻ്റെ നിരുപാധികമായ സ്നേഹത്തെയും അളവില്ലാത്ത കൃപയെയും കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഒരു ഏറ്റുപറച്ചിലുള്ള ഒരു ഗാനം നമ്മൾ ശ്രമിക്കുവാൻ പോവുകയാണ്. തൻ്റെ ജീവിതത്തിൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ദൈവസ്നേഹം കൈപിടിച്ചുയർത്തി ഇന്നോളം വിശ്വസ്തയോടെ നടത്തിയതിൻ്റെ ആഴമായ അനുഭവമാണ് ഈ ഗാനത്തിലെ വരികൾ. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലെ ദൈവിക കൃപയുടെ സാക്ഷ്യമായി ഈ ഗാനം മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ ദൈവിക സ്നേഹത്തെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ഈ വരികൾ നമുക്ക് കേൾക്കാം. സഹോദരൻ മനോജ് ഇലവങ്കൽ എഴുതിയ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം എന്നുള്ള ഗാനം ഇപ്പോൾ സഹോദരൻ നമ്മൾക്ക് വേണ്ടി ആലപിക്കുന്നതായി. കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ
സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവ സ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണ് ആശ്രയം, ഒന്നുമില്ലായ്മയിലിരുന്നുവെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എന്റെ വല്ലായ്മകൾ കണ്ടിട്ടൊന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. തുടർന്ന് സഹോദരൻ സാക്ഷ്യത്തിനായിട്ട് സമയമെടുക്കുന്നതായിരിക്കും. അതിനുശേഷം ഗാനങ്ങൾ പാടി ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഈ സമയം സാക്ഷ്യത്തിനായിട്ട് സഹോദരനെ ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകാലങ്ങളോടുള്ള നന്ദിയും പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇവിടെ പ്രിയ സഹോദരന്മാർ ഓർപ്പിച്ചതുപോലെ എന്നെ അറിയാവുന്ന വളരെ ആളുകളുണ്ട് എങ്കിലും എൻ്റെ സാക്ഷ്യം പൂർണ്ണമായിട്ട് പലർക്കും അറിയത്തില്ല. പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് ഉണ്ണി തോബിയാസ് എന്നാണ്. എൻ്റെ സ്വദേശം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പട്ടണത്തോട് ചേർന്ന് പെരുന്ന വെസ്റ്റ് പോം
എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അവിടെ ആ പ്രദേശത്ത് മൊത്തവും കൂടുതലും അങ്ങനെയുള്ള മൈനോറിറ്റി ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പള്ളിയിലെ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു. അൾത്താര ശുശ്രൂഷ ചെയ്യുന്ന ഒരു ബാലൻ മുതൽ പിന്നീട് പള്ളിയിലെ ചർച്ച് കൊയറിലും ഒക്കെ പാടി വന്ന് അങ്ങനെ വളരെ ഭക്തി ആദരവോടെ പള്ളിയിലെ ഒരു എന്താ പറയണ്ടേ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്ന കാലത്ത് 1999 ആ വർഷത്തിലെ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം വന്നു. അപ്പോൾ ഞങ്ങളെല്ലാം പള്ളിയിലുണ്ട്. അപ്പോൾ മാറി വന്ന ഒരു അച്ഛനും കമ്മിറ്റിക്കാരും തമ്മിൽ ഈ കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രൂപം ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു രൂപമുണ്ട്. അത് എടുത്തുകൊണ്ട് പ്രദക്ഷിണം പോകുന്ന സമയത്തെ ചൊല്ലിയൊരു തർക്കം, വളരെ ഒച്ചപ്പാട് ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ആ സ്വരം ഒച്ചപ്പാട് കേട്ടുകൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം അങ്ങോട്ട് ചെന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ തർക്കങ്ങളും ബഹളങ്ങളും കേട്ടതുകൊണ്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു തോന്നലുണ്ടായി. നമ്മൾ വണങ്ങുകയും ആരാധിക്കുകയും കുമ്പിടുകയും ഒക്കെ ചെയ്യുന്ന ഈ ദൈവം ആണല്ലോ, ദൈവത്തെ ഇവരാണല്ലോ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ ടൈമൊക്കെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ള പെട്ടെന്നൊരു ബോധ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഈ ദൈവത്തെ ഇവരാണല്ലോ നയിക്കുന്നതെന്നുള്ള ഒരു ചിന്ത, ഏകദേശം എനിക്കൊരു 21 വയസ്സ് കാണുമെന്ന് അങ്ങനെ ഞാൻ ചിന്തിച്ച് വളരെ ഒരു ആഗ്രഹമായിട്ട് എൻ്റെ ഉള്ളിൽ ഹൃദയത്തിലൊരു പ്രയാസം നേരിട്ടെങ്കിലും പിന്നീടും ഞാനിങ്ങനെ പള്ളിയിൽ തന്നെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആ കാലത്ത് ഒരു ഓട്ടോറിക്ഷ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ഓടിക്കുന്ന ഒരു ജോലി എനിക്കന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞായറാഴ്ച ഒരു സഹോദരി വന്ന് എന്നെ ഓട്ടം വിളിച്ച് ഇങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞത് കാക്കാന്തോട് ഒരു ചർച്ചിലോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. ചങ്ങനാശ്ശേരി SP കോളേജിൻ്റെ അടുത്താണത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി മധ്യേ ആ സഹോദരി എൻ്റെ പേര് ചോദിച്ചു, പേര് പറഞ്ഞു, വീട്ടുപേര് ചോദിച്ചു, അപ്പൻ്റെ പേര് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. അപ്പോൾ ഞാനും ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും ഇന്ന സ്ഥലത്ത് പോകത്തുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ വളരെ പയ്യനായിരുന്നുകൊണ്ടും ആ സഹോദരി ജോലിയുള്ള ബന്ധത്തിൽ ഗോവയിലായിരുന്നുകൊണ്ടും ഞങ്ങളങ്ങനെ കണ്ട് വലിയ പരിചയമില്ല. എന്നാൽ അവിടെ പ്രദേശത്തുള്ളവരെല്ലാം പരസ്പരം അറിയുന്നവരാണ്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് അങ്ങനെ മുൻപോട്ട് പോയി. അങ്ങനെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ, നീ എല്ലാ ആഴ്ചയിലും പള്ളിയിലെ കുർബാന കൂടുന്ന ആളല്ലേ, ഈ ആഴ്ചയിൽ ഞങ്ങളുടെ വർഷിപ്പ് മീറ്റിംഗ്, ഞങ്ങളുടെ ആരാധന ആരംഭിക്കുകയാണ്, നീ കടന്നിരിക്കുകയാണെങ്കിൽ നല്ല നമുക്ക് ഒന്നിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ വലിയ മനസ്സുകളാണെങ്കിലും ഞാൻ കയറിയിരുന്നു. അവിടെ നടന്ന ആരാധന ഒന്നും എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ അത് കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങി വെളിയിലേക്ക് വന്നപ്പോൾ ആ സഹോദരി, അവിടെയുള്ള ഇവാഞ്ചലിസ്റ്റ് ബാബുജി പീറ്റർ എന്ന് പറയുന്ന സഹോദരനെ എന്നെ പരിചയപ്പെടുത്തി, അവിടുത്തെ എൽഡേഴ്സിനെ എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ ആ സഹോദരൻ അന്ന് ഫോണൊന്നും ഇല്ലാത്ത സമയമാണ്, STD ബൂത്തൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാൻഡ് ഫോൺ നമ്പർ എൻ്റെ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു വിളിക്കണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ പിറ്റേ ദിവസം ഈ STD ബൂത്തിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ഞാൻ ഈ വണ്ടി ഓടുന്ന അതിൻ്റെ തൊട്ടടുത്ത് അദ്ദേഹം വന്ന് വാടകയ്ക്ക് അവിടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് എന്നെ കൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വളരെ സംശയങ്ങളുണ്ട്, ഇങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ നടന്നു, അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ചില ഡൗട്ടുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വിഗ്രഹമാണ്, വിഗ്രഹമാണ്. അത് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, മണമുണ്ടെങ്കിലും
മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അദ്ദേഹം നിരന്തരമായിട്ട് എന്നോട് സുവിശേഷം പങ്കുവച്ചു. അപ്പോൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട്, വളരെ താല്പര്യത്തോടെ ഞാനും കേൾക്കും. അങ്ങനെ ഇന്ന് പോരും. പിന്നെ ചില ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ഒന്നിച്ച് കാണും, ഇങ്ങനെ സംസാരിക്കും. പിന്നെ അദ്ദേഹം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം ഇരിക്കുകയും സംസാരിക്കുകയും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സുവിശേഷം എന്നോട് പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെ പോയതിൻ്റെ ഫലമായിട്ട് ചില മാസങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു, അംഗീകരിച്ചു. അങ്ങനെ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ട് പല ഗൈഡൻസുകളും എനിക്ക് തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് പിറ്റേ ആഴ്ചകളിൽ സഭയിലേക്ക് കടന്നു പോവുകയും അവിടെയുള്ള യോഗങ്ങൾക്ക് കൂടി വരികയും ചെയ്തു പോയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ചങ്ങനാശ്ശേരിയിൽ പള്ളിയിലെ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു, പള്ളിയിലെ വേറുകളിലും. അപ്പോൾ അവിടെ ഡയന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഗാനമേള ട്രൂപ്പിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. മലയാളം പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയമാണ് ആ സമയം. അപ്പോൾ ഈ 1999 അവസാനവും 2000 ആരംഭ സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഗാനമേള ഒക്കെ ഞാൻ നിർത്തി. അപ്പോൾ വളരെ എതിർപ്പുകൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ വന്നു. എൻ്റെ ബന്ധുക്കളും വീട്ടിലുള്ള പേരൻസും എല്ലാം വളരെയധികം എന്നെ ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നാട്ടിലില്ല ഇങ്ങനെ പറഞ്ഞ് ഞാൻ പള്ളിയിൽ ചില ആഴ്ചകളായിട്ട് ചെല്ലുന്നില്ല. അപ്പോൾ ഇവൻ ഇതെല്ലാം വിട്ടു പെന്തിക്കോസിൽ ചേർന്നു. അപ്പോൾ അവിടെ ഉള്ളവർക്ക് പെന്തിക്കോസോ ഒരുപാട് കാര്യം ഒന്നും അറിയത്തില്ല, സുവിശേഷവും അറിയത്തില്ല. അപ്പം അവിടെയുള്ള ഈ പള്ളിയിലൊരു മെയിൻ ആൾ ഇങ്ങനെ പോയി എന്ന് പറയുമ്പോൾ അവർക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അവരിങ്ങനെ വളരെ പ്രയാസത്തിൽ ഇങ്ങനെ എന്നെ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അതൊന്നും ഭാഗമൊക്കാതെ ഞാൻ പിന്നെയും ചർച്ചിലോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് 2001 ഞാൻ കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിച്ചു. അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് സഭയോട് ചേർന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ബാബുജി പീർ എന്ന് പറഞ്ഞ സഹോദരൻ കണ്ണൂർ വേദനാഥം എന്ന് പറയുന്ന പൗലോസ് തുര്യൻ അങ്ങനെ അവിടെ ഒരു ബൈബിൾ കോളേജും അവിടെ ഒരു മ്യൂസിക് മിനിസ്ട്രി, ഔട്ട്റിച്ച് മിനിസ്ട്രി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ക്യാമ്പിൽ എന്നെ കൊണ്ടുപോയി എന്നെ അവിടെ അവരുമായിട്ട് പരിചയപ്പെടുത്തി. അപ്പോൾ ഇദ്ദേഹം പാടുന്ന ഒരു പയ്യനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് പരിചയപ്പെടുത്തി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആത്മീയ ഗാനങ്ങൾ അവിടെ കേൾക്കുന്നത്. ഞാൻ ഈ ഗാനങ്ങളൊക്കെ പാടുകയും സഹോദരൻ ഓർപ്പിച്ചതുപോലെ 2000 സൂര്യ TV പാടി ഇങ്ങനെ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഫേമസ് എന്ന് പറഞ്ഞാൽ അന്ന് ഈ നമുക്ക് അറിയാം സോഷ്യൽ മീഡിയ, യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ TV എന്നെ കണ്ടത് പലരും എന്നെ കാണുമ്പോൾ എല്ലാം കൈയൊക്കെ തരും ഒക്കെ ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഈ സഭയിലേക്ക് വന്നപ്പോൾ അതെല്ലാം വിട്ടിയാണ്. കാരണം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ പാട്ടുണ്ട്, ഇങ്ങനെ മീറ്റിംഗ് ഉണ്ട്, പാടാൻ അവസരം കിട്ടും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നുമില്ല. അതെൻ്റെ മൈൻഡിലേ ഇല്ല. ഞാനതെല്ലാം കളഞ്ഞേച്ച് പോകും. അപ്പോൾ വീട്ടിൽ വളരെ അധികം എതിർപ്പുകളായിരുന്നു. നീ അങ്ങനെ ജീവിക്കും, ഇതെല്ലാം വിട്ടുപോയാൽ നീ നശിച്ചു പോകും. അപ്പോൾ എൻ്റെ കൂടെ തന്നെ പള്ളിയിലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ തന്നെ സ്കൂളിൽ പഠിക്കുകയും ഈ പള്ളിയിലെ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ഏർപ്പെട്ടു പോവുകയും പള്ളിയിലെ പാട്ടിലുമൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ, ഒരു പയ്യൻ. അവനന്ന് ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് പേരൻസിനോട് ഒന്ന് പറയും, ഇവനെ പെന്തിക്കോസിൽ പോയി, ഇവ മാതാവിനെ എല്ലാം വിട്ട് പോയി, പള്ളിയെല്ലാം വിട്ടു പോയി, അതുകൊണ്ട് ഇവനെ എങ്ങനെയും തിരിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ നശിച്ചു പോയി, ഇവൻ തീർന്നു പോയി, ഇവൻ ഇനിയും ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല, കാരണം അവനൊരു ജോലി ചെയ്യാൻ പറ്റത്തില്ല, അവനൊരു കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ എന്താ പറയുക സ്കൂൾ ചെയ്തുകൊണ്ടിരുന്നു. മലയാളത്തിൽ പറഞ്ഞ ഞാനില്ലാത്ത സമയം നോക്കി അവരെ ഇങ്ങനെ പറയുമ്പോൾ അവർ ഞാൻ വന്നു കഴിയുമ്പോഴത്തേന് അതനുസരിച്ച് എന്നോട് ഫയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെല്ലാം വളരെയധികം പ്രയാസങ്ങളാണ് ആളുകൾ അനുഭവിച്ചെങ്കിലും ഞാൻ ആ വേദനാഥിൽ നിന്നും ആത്മീയ ഗാനങ്ങൾ പഠിക്കുകയും അവരോടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ ഗാന ശുശ്രൂഷയുടെ ബന്ധത്തിൽ പോവുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് നാട്ടിൽ വന്ന പല സഹോദരന്മാരുമായിട്ട് ചേർന്ന് പല ശുശ്രൂഷകളിലും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. 2003 ഞാൻ വിവാഹത്തിനായി ആലപ്പുഴയിലുള്ള സഭയിലെ ഒരു സഹോദരിയെ
സഹോദരന്മാരാലോചിച്ച് അങ്ങനെ എൻ്റെ വിവാഹം 2003 കഴിഞ്ഞു. ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് 2 പെൺമക്കളെ തന്നു. മൂത്താളിപ്പോൾ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇളയാൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം, ഞാൻ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വന്നതുകൊണ്ട് ദൈവം വളരെയധികം എന്നെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അനുഗ്രഹിച്ചു. ഇപ്പോൾ ഞാൻ നശിച്ചു പോകും എന്ന് പറഞ്ഞ വ്യക്തികൾ ഇപ്പോൾ എന്നെ കാണുമ്പോൾ തല കുനിച്ച് മാറി നടന്നു പോകും. ഞാനങ്ങനെ നടന്നു പോകാനില്ല റോഡിൽ. എന്നെ കണ്ടാൽ അവരെല്ലാം ലജ്ജിച്ച് തല താഴ്ത്തിയാണ് പോകുന്നത്. കാരണം അവർ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ദൈവം എന്നെ ഉയർത്തി, ദൈവം എന്നെ മാനിച്ചു. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം പാലിച്ചു. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ ആൾ കല്യാണം കഴിച്ചില്ല ഇന്ന് വരെ. അങ്ങനെ പല നിലകളിൽ ഒന്നുമല്ലാത്ത നിലയിൽ അദ്ദേഹമായി ദൈവം എന്നെ ഉയർത്തി. അതെല്ലാം കണ്ട് അവരിപ്പോൾ വളരെയധികം പ്രയാസത്തിലാണ് കഴിയുന്നത്. അപ്പോൾ ഈ 25ഓളം വർഷമായി ഞാൻ ദൈവത്തിന് വേണ്ടി എൻ്റെ എളിയ കൃപയിൽ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ഈ ശുശ്രൂഷകൾ ചെയ്തു പോകുന്നു. ഈ പ്രദേശത്തിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തു. ഈ സഭയിലുള്ള ദൈവങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള നന്ദിയെ ഞാൻ ഇപ്പോൾ അറിയിക്കുന്നു. കാരണം എനിക്ക് ഒരു അവസരം ഒരുക്കി തന്നതോർത്തും ഞാൻ പ്രിയപ്പെട്ടവരുടെ നന്ദിയെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം സഹോദരനിൽ കൂടി നമുക്ക് കേൾക്കുവാൻ വരുവാനായി ദൈവം നമ്മളെ ഇടയാക്കി. നാമധേയ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നും പ്രിയ സഹോദരനെ ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. തുടർന്നും പ്രിയ സഹോദരനെയും കുടുംബത്തെയും അതുപോലെ സഹോദരൻ്റെ മിനിസ്ട്രിയെയും നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കാം. ദൈവം ആ രീതിയിൽ നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് ഒരു പാട്ട് പാടുവാനായിട്ട് പോവുകയാണ്. ചങ്ക് പിളർന്നതാണ് നിനക്കവൻ തന്നുയർത്തുന്നതാണ്. പാസ്റ്റർ PG റോബിൻസൺ എഴുതിയ മനോഹരമായ ഒരു ഗാനം തുടർന്ന് പ്രിയ സഹോദരൻ ആലപിക്കുന്നതായിരിക്കും. യേശുക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി സഹിച്ച യാഗത്തെയും അതിലൂടെ സാധ്യമായ വീണ്ടെടുപ്പിനെയും ധ്യാനിക്കുന്ന ശക്തമായ ഒരു ഗാനമാണ് അടുത്ത ഗാനം. ഹൃദയത്തെ പിളർന്ന് ജീവൻ നൽകിയതിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിച്ചത് എന്ന സത്യത്തെ ഉറപ്പിച്ചു പറയുന്ന മനോഹരമായ ഒരു ഗാനം. ക്രിസ്തുവിൻ്റെ മഹനീയമായ സ്നേഹത്തെയും പാപപരിഹാരത്തിൻ്റെ പ്രാധാന്യത്തെയും ഊന്നി പറയുന്ന ഒരു ഗാനമാണ് ഈ ഗാനം. കുരിശിലെ യാഗത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ ശക്തമായ ഗീതം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. ചങ്ക് പിളർന്നതാണ് നിനക്കവൻ തന്നുയർത്തുന്നതാണ്. പ്രിയ പ്രാണനുരഞ്ഞപ്പോൾ നിർമുഖം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. പ്രിയ പ്രാണനുരഞ്ഞപ്പോൾ നിർമുഖം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർത്തുന്നതാണേ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർത്തുന്നതാണേ.
നിർണയം എന്തു മഹാത്ഭുതം സ്വർഗപിതാവിൻ ഹിതം ഏകമനയനെ ആദരിയാലെന്നെ പെയ്ത കൃപാസാഗരം ഏകമനയനെ ആദരിയാലെന്നെ പെയ്ത കൃപാസാഗരം ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർത്തുന്നതാണേ ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർത്തുന്നതാണേ എന്തൊരു സ്നേഹം എന്തൊരു ത്യാഗം ക്രൂശിൽ കാൽവരിയിലോ എന്തൊരു സ്നേഹം എന്തൊരു ത്യാഗം ക്രൂശിൽ കാൽവരിയിൽ നൊന്തു പിഴഞ്ഞതാ പ്രാണൻ വെടിഞ്ഞേശു നിത്യമോക്ഷത്തിൽ നൊന്തു പിഴഞ്ഞതാ പ്രാണൻ വെടിഞ്ഞേശു നിത്യമോക്ഷത്തിൽ ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർത്തുന്നതാണേ ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർത്തുന്നതാണേ പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ നിന്നുകം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ നോവിനുടെ പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ നിന്നുകം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർത്തുന്നതാണേ ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയർത്തുന്നതാണേ. തുടർന്ന് പാടുവാൻ പോകുന്ന ഗാനം നമ്മുടെ കുവൈറ്റിലുള്ള ഒരു സഹോദരൻ ഇവിടെ നമ്മുടെ മീറ്റിങ്ങിന് കടന്നു വന്നിട്ടുണ്ട്. സഹോദരൻ ജോയ് ജോൺ കെ എഴുതിയ മനോഹരമായ ഒരു ഗാനമാണ് സഹോദരൻ ആലപിക്കുവാനായിട്ട് പോകുന്നത്. വളരെ അർത്ഥവത്തായുള്ള ഒരു മനോഹരമായ ഒരു ഗാനമാണ്. വിശ്വാസികളുടെ ആത്മാവിനോടുള്ള ഒരു വിളി അല്ലെങ്കിൽ ആഹ്വാനമാണ് ഈ ഗാനം. ദൈവത്തിൻ്റെ നന്മകളെയും കൃപകളെയും ഓർത്ത് ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി നിരന്തരമായി അവിടുത്തെ പാടി സ്തുതിക്കുവാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഈ ഉത്തേജന ഗാനം പ്രിയ സഹോദരങ്ങളിൽ കൂടി നമുക്ക് കേൾക്കാം. സന്തോഷത്തോടെയും നന്ദിയോടെയും ദൈവത്തെ ആരാധിക്കുവാനുള്ള പ്രചോദനം ഈ ഇതിലെ വരികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മനസ്സും ആത്മാവും ദൈവത്തെ പാടി പുകഴ്ത്തുവാനായിട്ട് ഈ ഉണർത്തുപാട്ട് നമുക്ക് തുടർന്ന് കേൾക്കാം. മനമേ പാടുക നീ.
നിരവധി വ്യാധികൾ അറിയാൻ പലരോട് മരണത്തിൽ വാഴുക ഞങ്ങൾ മരണത്തിൽ വാഴുക ഞങ്ങൾ മനുവേദൻ വന്നെയും ചെയ്തു മനുവേദൻ വന്നെയും ചെയ്തു മനമേ പാടുകീ മനമേ പാടുകീ മനനായി സ്തുതി വിരിയും നേരം മനനായി സ്തുതി വിരിയും നേരം മനുവേദൻ മനമേ പാടുകീ മനമേ പാടുകീ. സഹോദരൻ ജെവി പീറ്ററിന്റെ ഗാനമില്ലാത്ത സംഗീത സാഹിത്യം അപൂർണമാണ്. തുടർന്ന് നമുക്ക് ഇവാഞ്ചലിസ്റ്റ് ജെവി പീറ്റർ എഴുതിയ മനോഹരമായ ഒരു ഗാനം നമുക്ക് ശ്രവിക്കാം. നീയൻ സ്വന്തം നീയൻ പക്ഷം. ഇവാഞ്ചലിസ്റ്റ് ജെവി പീറ്ററിന്റെ ഈ ഗാനം ദൈവവുമായുള്ള വ്യക്തിപരമായതും ഉറപ്പുള്ളതുമായ ബന്ധത്തെക്കുറിച്ചുള്ള മനോഹരമായ പ്രഖ്യാപനമാണ്. നീയൻ സ്വന്തം നീയൻ പക്ഷം എന്ന ലളിതവും ശക്തവുമായ വരികളിലൂടെ ദൈവത്തിലുള്ള പൂർണ്ണമായ അവകാശവാദവും ഏതു പ്രതിസന്ധിയിലും അവിടുന്ന് തന്റെ കൂടെയുണ്ടെന്ന ദൈവിക ഉറപ്പും ഈ ഗാനം നൽകുന്നു. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ ഉറപ്പ് നൽകുന്ന ഈ ഗാനം വിശ്വസ്തയോടെ നമുക്ക് ശ്രവിക്കാം. നീയൻ സ്വന്തം നീയൻ പക്ഷം. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും ആനന്ദം നീയേ
നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ അവസാന ഗാനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരുവനായ ദൈവം ഇത്രത്തോളം ദൈവം നമ്മളെ കരുതി പരിപാലിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവസാനത്തെ ഗാനം നമ്മളെല്ലാവരും ചേർന്നാണ് പാടുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നുള്ള ഗാനം നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഗാനമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും ചുമക്കുന്നവനും എല്ലാ ആവശ്യങ്ങളിലും നമുക്കായി കരുതുന്നവനുമായ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗാനമാണ് ഈ ഗാനം. ദൈവത്തിന്റെ വിശ്വസ്തതയും ഓരോ ദിവസവും നമ്മെ നടത്തിക്കൊണ്ടുപോകുന്ന അവന്റെ കരുതലും ഈ ഗാനത്തിലൂടെ മനോഹരമായിട്ട് ഓർത്തെടുക്കുന്നു. ദൈവത്തിന്റെ പരിപാലനയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ ഗാനം നമ്മെ സഹായിക്കുന്നുണ്ട്. എല്ലാ ഭാരങ്ങളും കർത്താവിനെ ഏൽപ്പിച്ച് അവിടുത്തെ കരുതൽ അനുഭവിക്കുവാൻ ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് കൈകളെ തട്ടി നമുക്ക് ഈ പാട്ട് പാടാം. എല്ലാവരും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. വളരെ സമയമായിട്ട് നമ്മൾ എല്ലാവരും ഇരിക്കുകയാണ്. റിലാക്സ് ചെയ്യുവാനായിട്ട് അത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് കൈകളെ തട്ടി എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നുള്ള ഗാനം പ്രിയ സഹോദരനോടൊപ്പം നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. Ah
എന്റെ വീഴുന്നത് എന്റെ എല്ലാവർക്കും ഇരിക്കാം. തുടർന്ന് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. പ്രതിയായ സഹോദരൻ ഉണ്ണി തോബിയാസിനെയും കുടുംബത്തെയും പ്രിയ സഹോദരന്റെ മിനിസ്ട്രിയെയും വരുന്ന നാളുകളിൽ നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കാം. പ്രിയ സഹോദരനെ തുടർന്നും ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുവാനും അനേക പ്രിയ സഹോദരന്റെ മിനിസ്ട്രി മുഖാന്തരം ദൈവത്തിലേക്ക് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം ഇടയാകട്ടെ. പ്രത്യേകാല ബിലീവേഴ്സ് ബ്രദർ അസംബ്ലിക്ക് പോയിട്ട് 10th ഡിസംബർ ഒരു മീറ്റിംഗ്, മ്യൂസിക്കൽ ഈവനിങ്, ഗോസ്പൽ മ്യൂസിക്കൽ നൈറ്റ് NECK ചർച്ച് ആൻഡ് പാരിഷ് ഹാളിൽ വെച്ച് 7:15 നടത്തുന്നതായിരിക്കും. പ്രതിയാൽ മീറ്റിങ്ങിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കടന്നു വന്ന് ആ മീറ്റിങ്ങിനെ അനുഗ്രഹപൂർണ്ണമായി തീർക്കുവാൻ ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സിന് നന്ദിയുടെ വാക്കുകൾ പറയുവാനായിട്ട് സഹോദരൻ ബിജു ഫിലിപ്പിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. തുടർന്ന് ക്ലോസിംഗ് പ്രയറിനായിട്ട് ബ്രദർ അനിൽ ടോം മുന്നോട്ട് കിടന്നുവെന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗ് സമാപിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ സകല മഹത്വവും. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിച്ചത്, അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആദ്യമായിട്ട് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെയും അവിടുന്ന് പ്രാപ്തരാക്കി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായിട്ട് പ്രിയ സഹോദരൻ ബ്രദർ ഉണ്ണി തോബിയാസിനോടുള്ള നന്ദി സഭയായി ഇവിടെ കടന്നു വന്ന ദൈവജനത്തോട് ഒരുമിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയ സഹോദരൻ്റെ അനുഗ്രഹീത സാക്ഷ്യം കേൾക്കുന്നുണ്ടായല്ലോ. അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എനിക്ക് അത് ഒക്കെയും വിവരിക്കാനുള്ള സമയം ഇവിടെ ലഭിച്ചില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അദ്ദേഹവുമായിട്ട് ഞാൻ വളരെ വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ വളരെ പ്രചോദനകരമായ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായി. തൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രതിസന്ധികളും പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അവിടെയൊക്കെയും ശക്തമായി ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനായിട്ട് പ്രിയ സഹോദരന് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ തനിക്ക് നേരിട്ടിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഇവിടെ വിവരിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹം വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം ദൈവം പ്രിയദാസനെ അവിടെ ഉപയോഗിച്ചു. അതോടൊപ്പം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 2000 നമ്മൾ കേട്ടതുപോലെ സൂര്യ TV ഉണ്ടായിരുന്ന ഗാന തരംഗം എന്ന പരിപാടിയിൽ കൂടെ താങ്കൾ പ്രസിദ്ധനായി തീരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ അതൊന്നും അദ്ദേഹം അധികമായിട്ടൊന്നും പറഞ്ഞില്ല. എങ്കിലും നമുക്ക് അതൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ധാരാളമായിട്ട് പ്രിയ സഹോദരനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഓർമ്മിച്ചതുപോലെ ഭാര്യ 2 മക്കൾ ഉണ്ട്. മൂത്ത മകൾ നേഴ്സിംഗ് വിദ്യാഭ്യാസം നടത്തുന്നു. രണ്ടാമത്തെ മകൾ +2 വിദ്യാഭ്യാസം കൊടുക്കുന്നു. അവിടെയും ദൈവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയദാസനോടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. കടന്നു വന്ന എല്ലാ അസംബ്ലീസിനായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ഓർക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം DBAK അസംബ്ലി മുൻപോട്ട് കടന്നു വരികയും ആ കാര്യങ്ങൾ എൽഡേഴ്സ് ഓർമ്മിക്കുകയും ചെയ്തു. ആ നിലയിലാണ് ഈ പരിപാടിയൊക്കെയും അറേഞ്ച് ചെയ്യുവാനായിട്ട് ഞങ്ങൾക്കും സാധിച്ചത്. പ്രിയ സഹോദരങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കടന്നു വന്ന ദൈവജനത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിന് സമയങ്ങളിൽ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, വിവിധ സഭകളായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആദ്യം മുതൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ നാം പലപ്പോഴുമായിട്ട് ഓർത്തു ഈ ദിവാനി ഹോള് ലഭിക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. എന്നാൽ ഇവിടുത്തെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ആദ്യം ലഭിച്ചത് ഒരു ചെറിയ ഹോളിലേക്കാണ്. അതിനുശേഷം KTMCC ആയിട്ട് ബന്ധപ്പെട്ട പ്രിയ സഹോദരൻ സജു അതിന് മുൻകൈ എടുക്കുകയും ആ നിലയിൽ ദിവാനിയ ഹോള് അലോക്കേറ്റ് ചെയ്ത് തരികയാണ് ചെയ്തത്. കാര്യത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. KTMCC ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകമായിട്ടും അതുപോലെ തന്നെ BAK കൊയർ മുമ്പോട്ട് കടന്നു വന്ന് പാട്ടുകൾ പാടുവാനായിട്ട് ഇടയായല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് വളരെ മനോഹരമായിട്ട് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ സഹോദരൻ ഗോൾഡി ജോസഫിനെ ഇടയാക്കി. താനും വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായല്ലോ. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും തക്ക സമയത്ത് ആഗ്രഹിച്ചതുപോലെ തന്നെ ക്ലോസിംഗ് ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ സഹോദരനെ ഇടയാക്കി. അവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. രാത്രിയിൽ സഹായിച്ച സഹോദരൻ റോണി അതുപോലെ ഷായിച്ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് വീഡിയോ റെക്കോർഡിംഗ് ചെയ്തു തന്ന സഹോദരൻ ലിജോയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ റെക്കോർഡിംഗ് ഒക്കെ ഞങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. അത് മറ്റുള്ളവർക്ക് കാണുവാനും ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ ഇടയാകും. അവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഓഡിയോ ആൻഡ് മൈക്ക് അറേഞ്ച്മെന്റ്സ് സഹോദരൻ ജെറോം, ചോബൻ ജോസഫ്, സഹോദരൻ ഡാനി ഇവരൊക്കെയും സഹായിച്ചു. അവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഓർപ്പിച്ചതുപോലെ അടുത്ത മീറ്റിംഗ് നമുക്ക് 10-ാം തീയതി ഉണ്ടല്ലോ. BBAKയുടെ നേതൃത്വത്തിൽ KTMCC ആയിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 10 ബുധനാഴ്ച 7:15 ആ മീറ്റിംഗ് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും.
praising God for all mercies. As I get into this closing prayer, there are two verses that I want to read from. One is from James chapter 1, verse 17. Every good and perfect gift is from above, coming down from the Father of heavenly lights, who does not change like shifting shadows. Every good and perfect gift. And we give all glory and honor to God for every good and perfect gift. Second thing that is indeed praiseworthy is that as many assemblies that we could come together in brotherly love and have this evening together, that for this definitely all glory belongs to God. The second verse that I want to read, before I read, I need all of your participation. But to know, please raise your right hand and repeat after me. Please go ahead, raise your right hand. Give thanks to the Lord, for He is good. His love endures forever. Give thanks to the God of gods. His love endures forever. Give thanks to the Lord of lords. His love endures forever. Truly, I am humbled by how God works wonderfully and mightily in using dear brother and in all of us in His mighty and wonderful ways. He has blessed us with a wonderful evening. Let us look to the Lord in prayer. May His name be glorified. Oh precious Savior, mighty Redeemer, thank you, Lord Jesus, for this wonderful time that you have given to us, O Lord, that we were able to gather together in your presence. Right from the beginning, O Lord, we experienced your wondrous mercies and your wondrous leading, O Lord. Every brother, sister, and child, that they were all able to gather together. Though there were many limitations, there were many challenges, there were many things, we experienced the leading of your Spirit in everything. For the time that we had together, for the way in which we were able to give glory to your name, O Lord, for the way in which you used brother only in so many different mighty ways, O Lord. We were able to hear from his testimony. But above all, O Lord, we were able to experience your glory through brother as he was using the talents that you gave to him for your kingdom's sake, O Lord. And we were strengthened and we were glorified that we were able to look to you for all glory. All glory belongs to you, all honor belongs to you. But we thank you, Lord, for the talents that you give to us, dear brother. We pray that you will continue to use so mightily and wonderfully in these years to come, Lord. We pray especially, O Lord, for the meeting that is going to take place on the 10th of December, O Lord, that is being organized by UPA. We commit that especially to your presence. We pray for all mercies upon them, that this might also be a wonderful opportunity, that the gospel may be mightily and powerfully proclaimed, O Lord. We pray that it may be used for your kingdom's sake, O Lord. We thank you that you've enabled KTMCC to wonderfully manage and put all things right in the perfect time. Again, we are depending on your providence and your provisions, and you make all things wonderful in your time. And we thank you, Lord, that you've enabled dear brothers in various manners to organize this in such a way. We thank you, Lord, for every members that have come from every neighboring assemblies, and for all the ways in which you want us to do, especially, Lord, for the leadership of BBAK, for the way in which they have enabled all of this, and for all the members that have come together. We give thee glory. Thank you, Lord Jesus, for the wonderful time that you give, for the music, for the ministry, for the leading of the Spirit in everything that we do, that we are able to look to you and glorify you in everything. As we depart from here, Lord, we pray that your presence may be with us in everything that we do, that you continue to be with us in everything. All this we ask in and through the mighty, holy, and precious name of our risen Lord and Savior Jesus Christ, we pray. Amen. May the love of the Father, the fellowship of the Spirit, and the grace of the Son be upon us and all. Amen.